അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ, ശ്രദ്ധിച്ച വചനം. ഇവർ ഏക മനസ്സോടെ, എങ്ങനെ? ഒച്ചത്തിപ്പറ. ഒരൊറ്റ മനസ്സ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 120ഓളം പേര്. അവര് തമ്മിൽ ശത്രുത, വൈരാഗ്യം, മാത്സര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അവർ പരസ്പരം മിണ്ടാത്തുള്ളവരായിരുന്നോ? അല്ല, സ്നേഹമുള്ളവരായിരുന്നു. അവര് തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നെന്ന്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചൊരുങ്ങുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം, ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടെങ്കിൽ ആ മേഖല ഒന്ന് കണ്ടെത്തി വിശുദ്ധീകരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ആരോടും വെറുപ്പില്ല, പക്ഷെ നമ്മളോട് ആരൊക്കെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സ്നേഹിച്ച് ക്ഷമിച്ച് ഒരേ മനസ്സോടുകൂടെ വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങാൻ. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ പല സംഭവങ്ങളും നമുക്ക് ചുറ്റുവട്ടം ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റാത്തത്? കാരണം അവിടെ ഭിന്നത, അവിടെ ഞങ്ങൾ ആരാണ് വലുത്, നീ ഏതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസം, അത് ഇതും അല്ലേ, റീത്തുകള്, രൂപതകള്, അവിടെ ഇവിടെ ബഹളം. സംഭവിക്കുന്ന എന്താണ്? ഐക്യമില്ല. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തില് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. തുടർച്ചയായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യം, അവർ ഐക്യത്തിലായിരുന്നു. ഒരുമിച്ച് ഒരുമയുണ്ടാവണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഒരുമയുണ്ടാവണം. ഒരുമയുണ്ടാവണം. ഉള്ളിന്റെ ഉള്ളിൽ ഭിന്നത പാടില്ല. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ 3 പ്രാവശ്യം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.